നമ്മളിപ്പോൾ ഉള്ളത് പുതുപ്പാടി പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ മുതൽ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. പക്ഷേ ആൾക്കൂട്ടം ഒരുപാട് പേര് ചേർന്ന് വരുന്നു, ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ പറയാൻ വരുന്നു. നമ്മൾ അവരെ മുഴുവൻ കേൾക്കാൻ തീരുമാനിച്ചതുകൊണ്ട് നമ്മൾ കുറച്ചധികം സമയമായി ഇവിടെ നിൽപ്പാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ഐഷക്കുട്ടിയെ കണ്ടത്. ഐഷക്കുട്ടി ആരാണെന്നറിയാമോ? ഈ ഇരിക്കുന്നതാണ് ആ കുട്ടി. കണ്ടാ കുട്ടിയെന്ന് പറയില്ലല്ലോ. 3 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് അല്ലേ? 3 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്. പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ മെമ്പറാണ്. ഞാനിപ്പോൾ ഐഷക്കുട്ടിയെ വേറൊരു തരത്തിൽ പരിചയപ്പെടുത്താം. ഐഷക്കുട്ടിയുടെ ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാണ്. ആദ്യം ആ പ്രസംഗത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കും. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരും. ഓക്കെ, ഐഷക്കുട്ടിയുടെ ഒരു പ്രസംഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കേൾക്കാം. പ്രിയമുള്ളവരെ, ഞാൻ മെനിയാന്ന് ഞങ്ങളുടെ നാട്ടിൽ ചെമ്മരപ്പറ്റ പ്രദേശത്തൊരു ജാഗ്രതാ സമിതി വിളിച്ചു ചേർത്തപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചതായിരുന്നു ആ പ്രസംഗം. അതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് MDMA എന്ന മാരകമായ മയക്കുമരുന്നിൻ്റെ ദുരന്തം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 2 സ്ത്രീകളുടെ ജീവനാണ് എടുത്തിട്ടുള്ളത്. സുബൈദ എന്ന സ്ത്രീയെ എനിക്ക് നേരിട്ട് പരിചയമുള്ളതും അവരുടെ മകനെ എനിക്ക് നേരിട്ടറിയാവുന്നതുമാണ്. ആ മരണത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അവിടെ ചെല്ലുന്നതിനും അവരെ കാണുന്നതിനും അതിലെ 10ാമത്തെ സാക്ഷിയാവേണ്ട ഒരു ഗതികേട് പോലും എനിക്ക് വന്നിട്ടുണ്ട്. അതൊരു മാനസിക പ്രയാസമുണ്ടായ ഒരവസ്ഥയായിരുന്നു. 20 വെട്ട് വെട്ടിയ സ്ത്രീയെ. ആ ഒരു ദുരന്തം, ആ ഒരു കേസ് മാത്രമല്ല, ഒട്ടനവധി വിദ്യാർത്ഥികളും ഒട്ടനവധി നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരും ഈ മയക്കുമരുന്നിന് വിധേയമായി അവരുടെ കുടുംബം, അവരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ, അതുപോലെ വളർന്നു വരുന്ന പുതിയ കുട്ടികൾ എല്ലാം ഡിപ്രഷനും അതുപോലെയുള്ള മാനസിക പ്രയാസങ്ങൾക്കും അടിമപ്പെട്ട് നമ്മുടെ സമൂഹത്തിന് ഒരു അസറ്റല്ലാതെ ആവുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഒട്ടനവധി ആളുകൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുക, അവർ മാത്രമല്ല അവരുടെ കുടുംബം, അവരുടെ ചുറ്റുപാട്, അവരുടെ സഹോദരങ്ങൾ, അവരുടെ അയൽവാസികൾ, അവർ സ്നേഹിക്കുന്നവർ എല്ലാവരെയും സംശയദൃഷ്ടിയോടുകൂടി കാണുകയും അവരെ ആക്രമിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിലപ്പുറത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ, ഞരമ്പുകളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ക്ഷയിച്ച് ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും ഒരു രോഗക്കൂട്ടത്തിൻ്റെ സമൂഹമായി നമ്മുടെ കേരളം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് മാറ്റമുണ്ടാവണം. ഞാൻ കുറഞ്ഞ രീതിയിൽ പറയുന്നു, ഇതിൽ ലിമിറ്റഡ് ടൈമായിരിക്കും എനിക്കുണ്ടാവുക. അതുകൊണ്ട് പക്ഷേ നമ്മൾ വളരെ ജാഗ്രതരായി നമ്മളുടെ നാട്ടിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ അടിമകളായിട്ടുണ്ട് എങ്കിൽ, അഡിക്ഷൻ ആയിട്ടുണ്ട് എങ്കിൽ അവർ രോഗികളാണ്. ആ രോഗികളെ ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിക്കുകയും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ സംരക്ഷിക്കണം. ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം നിർത്തി ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരും അത് ഉപയോഗിക്കുന്നവരുമായി അധപ്പതിച്ചിരിക്കുന്നു. അവരെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ യുവാക്കളെ തിരിച്ചു കൊണ്ടുവരണം. വലിയ വിൽപ്പനക്കാരെ, വലിയ വ്യാപാരികളെ തീർച്ചയായിട്ടും ജയിലറകളിൽ അടക്കണം. എങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിതിന് പറയുന്നത് മരണത്തിൻ്റെ വ്യാപാരികളാണ്. ഇതാ പ്രസംഗം ഇങ്ങനെ വൈറലായത്. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഞാൻ തന്നെ അറിഞ്ഞില്ല. അവിടെ ഇരുന്ന് സംസാരിച്ച സമയത്ത് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് പകുതി എത്തിയപ്പം പ്രസംഗാരോ റെക്കോർഡ് ചെയ്ത് അത് ആരോ ഒരാളൊരു ഗ്രൂപ്പിലിട്ട് അത് വമ്പിച്ച വൈറലായി. ഓക്കെ, അപ്പം എന്തായാലും പറഞ്ഞതുപോലെ ഐഷക്കുട്ടി പറഞ്ഞു, ഐഷക്കുട്ടിയുടെ വാർഡിലാണ് ഈ സംഭവം നടന്നത് അല്ലേ? ആണോ? ഷിബിലി പഞ്ചായത്തിലാണ്. ഇത് ഡെന്നിയുടെ വാർഡിലാണ് സംഭവിച്ചത്. എന്റെ വാർഡ് വീടിന്റെ തൊട്ടയൽവക്കം, വീടിന്റെ തൊട്ടടുത്ത് 50 ഷിബിലിയൊക്കെ അറിയായിരുന്നു. ഷിബിലിനെ അറിയാം, യാസിറിനെ അറിയാം, എല്ലാവരെയും അറിയാം. ഈ യാസിർ ഈ കുഴപ്പക്കാരനാണെന്നുള്ളത് നേരത്തെ അറിയില്ലായിരുന്നു നമുക്ക്. അത് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും 5 വർഷം മുമ്പ് അയൽവാസികളായിരുന്നു, എൻ്റെ വീടിൻ്റെ അയൽവാസികളായിരുന്നു. 5 വർഷം മുമ്പ് യാസിറും ആഷിഖും തമ്മിൽ നല്ല സുഹൃത്തുക്കളല്ലേ? യാസിറും ആഷിഖും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഈ ആഷിഖിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വബോധത്തിലൊന്നും അല്ലേ പലപ്പോഴും നടപ്പ്? അങ്ങനെയല്ല എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, പുതുപ്പാടി ഇന്ന് ലോകത്ത് അറിയപ്പെടുകയാണ്. സൽപ്പേര് കൊണ്ട് അറിയപ്പെട്ട താമരശ്ശേരി ചുരം അത് പൂർണ്ണമായും പുതുപ്പാടി പഞ്ചായത്തിലാണ്. പുതുപ്പാടിക്ക് ഇപ്പോൾ ഒരു പേരുദോഷമുണ്ട്. ആ പേരുദോഷം, ആ ചീത്തപ്പേര് മാറ്റിയെടുത്ത് സൽപ്പേര് വരുത്താൻ എന്താണോ വേണ്ടത് അത് പുതുപ്പാടിയുടെ ജനത ചെയ്യും. അല്ലേ യേശുകുട്ടി? അത് വേണ്ടേ? അത് വേണം. അതിന് തീർച്ചയായിട്ടും ഡി അഡിക്ഷൻ സെൻ്ററുകൾ നമ്മൾ കോവിഡ് സമയത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എങ്ങനെയായിരുന്നോ ജാഗ്രത ആയിക്കൊണ്ട് RRTമാർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, മതസംഘടനകൾ, സമൂഹത്തിലെ പ്രഗത്ഭർ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവരെ കൂട്ടിപ്പിടിച്ച് ഇവരെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് രക്ഷിക്കണം. ഞങ്ങളിവിടെ ജീവിച്ചവരാ പുതുപ്പാടിക്കാർ. ഞങ്ങളുടെ മക്കൾക്ക് സമാധാനത്തോടു കൂടി നാളെ ഈ നാട്ടിൽ ജീവിക്കണം. അതിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും. പുതുപ്പാടി
പക്ഷേ അഷ്റഫ് SKSSFിന്റെ ഭാരവാഹിയാണ് അല്ലേ, സംസ്ഥാന ജനറൽ സെക്രട്ടറി. എന്താ ചെയ്യാൻ കഴിയുക നമുക്ക്? നമ്മൾക്ക് രാജ്യത്തിൻ്റെ പുരോഗതിയെ തടയുന്ന യൗവനത്തെ പൂർണ്ണമായി മയക്കിക്കടത്തി രാജ്യം ഇന്നുവരെ നേടിയെടുത്തിട്ടുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക ഉന്നതിയുണ്ട് കേരളത്തിന്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി വേറിട്ട ഒരു മാതൃക, റോൾ മോഡൽ കേരളം സമ്പാദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ നാടിനെ പുറകോട്ട് നയിക്കുന്നതിന് വേണ്ടി ഏതു ശക്തിയാണോ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കുകയും അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിൽക്കുകയും വേണമെന്നാണ് SKSFന് പറയാനുള്ളത്. അതൊരു വലിയ ആഹ്വാനമായി, അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് തന്നെ SKSSF ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂട്ടത്തിൽ SKSSF ലഹരിയെ തുരത്താം, ജീവിതം തിരുത്താം എന്ന ക്യാപ്ഷനിൽ സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ എന്നതിനപ്പുറത്ത് സംഘടനയുടെ ഒരു പോളിസിയായിട്ട്, ഇത് സംഘടനയുടെ നിലപാടായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഇന്നലെ താമരശ്ശേരിയിൽ നിന്ന് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തീർച്ചയായിട്ടും അത്തരം മൂവ്മെന്റുകൾ നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഉഷാറല്ലേ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, എന്താ പേര്? മെമ്പർ അംബിക. എങ്ങനെ നമ്മൾ തുരത്തും? അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ത്രിതല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് നല്ല ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുകയും അതുപോലെ മാതാപിതാക്കൾക്കുള്ള ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും എല്ലാം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികൾക്ക് ഈ മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ ആയിട്ട് നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ പിന്നെ പെൻഡ്രൈവ് ഒക്കെ നമ്മൾ വിതരണം ചെയ്തിരുന്നു. അപ്പോൾ ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കണം, ഡി അഡിക്ഷൻ സെന്ററുകൾ വേണ്ടിവരും, QRT വേണ്ടിവരും, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഈ നാട്ടിലെ മുഴുവൻ ഗ്രാമങ്ങളിലെയും ഒക്കെ കടകളിലുള്ള കച്ചവടക്കാരെയൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ രാത്രിയിലൊന്ന് ഇറങ്ങി നിന്നാൽ നമുക്കിവരെ തുരത്തിക്കൂടെ ഒരു പരിധിവരെ? പരമാവധി ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ പിള്ളേരും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ താമരശ്ശേരി പുതുപ്പാടി ഈ ഏരിയയിൽ താമരശ്ശേരിയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. 30-40 പോലീസുകാരാണ് അവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് ആ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ആളുകളെ, യുവാക്കളെ അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ചൂരൽവടിയൊക്കെ കൊടുത്ത് ചെറിയൊരു അടിയൊക്കെ അടിച്ചാൽ ഇത് ഒതുക്കാൻ കഴിയും. വീടുകളിൽ നിന്ന് മാത്രം തന്നെ വീട്ടിലെ പിള്ളേരും അതും രക്ഷിതാക്കളും മറ്റുമൊക്കെ ഇവരിൽ നിന്ന് അകന്നു നിൽക്കുക. കാരണം ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക പിള്ളേർ. അപ്പോൾ ഓരോ പ്രദേശങ്ങളിലും ഇപ്പം തന്നെ താമരശ്ശേരി പുതുപ്പാടി ഏരിയയിൽ 122ഓളം കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. ചാർജ് ചെയ്ത കേസ്, ചാർജ് ചെയ്യാത്ത 100 കണക്കിന് കേസുകൾ വേറെയുണ്ട്. അതാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത്. പരിഹരിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനം നമ്മുടെ ഉദ്യോഗസ്ഥ രീതിയിലും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെയും എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണം. നാട്ടിലെ ജനങ്ങളുടെയും ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ. വ്യാപാരി വ്യവസായ സമിതിയുണ്ട്, പഞ്ചായത്ത് അധികൃതരുണ്ട്, വാർഡ് മെമ്പർമാരുണ്ട്, സമുദായ സംഘടനകളുണ്ട്, മഹല്ല് കമ്മിറ്റികളുണ്ട്. അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ വലിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. നമ്മളെ കാത്ത് ഓരോ സ്ഥലത്തും ആളുകൾ കാത്തിരിക്കും. അപ്പോൾ നമ്മുടെ യാത്ര തുടരും. നമ്മൾ നേരത്തെ ഇത് വളരെ വൈകി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇത്രയും അധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന കാര്യമില്ല. ഉഷാറല്ലേ? നമുക്ക് ഇവരെ തുരത്തണ്ടേ? അത് നോക്കൂ, ഈ ചെറുപ്പക്കാരൊക്കെ ആ രീതിയിൽ വലിയ ആവേശത്തോടു കൂടി അത് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ലഹരി ആയിട്ട് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ യുവജന സംഘടന ഒരുപാട് തീരുമാനങ്ങൾ. ലഹരിയുമായിട്ട് ഒരാളുടെ കച്ചവടം നടത്താൻ വരുന്നു പറഞ്ഞാൽ നിങ്ങൾ നിയമപരമായും അല്ലാതെ പ്രതിരോധിക്കും. നിയമപരമായും അല്ലാതെയും നേരിടുമെന്ന് പറഞ്ഞതിനകത്ത് മനസ്സിലായല്ലോ. സഹികെട്ടിരിക്കുകയാണ് ഒരു നാട് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.